ഹലോ എവ്രി വൺ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇനി നമുക്കൊരു സിമ്പിൾ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? അതിന് പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. ഞാനൊരു 3 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് സ്ക്രാമ്പിൾഡ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അതിനകത്ത് എൻ്റെ കയ്യിൽ ഇച്ചിരി വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. ക്യാരറ്റും ബീൻസും പിന്നെ വെളുത്തുള്ളിയും പിന്നെ ആ എഗ്ഗും ആ ചോറുമാണ് ഉള്ളത് കേട്ടോ. ചോറ് ഞാൻ ഓൾറെഡി വേവിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി ശകല എണ്ണ ഒഴിച്ച് അതിനകത്ത് ഗാർലിക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ക്യാരറ്റ് ഇട്ടു, അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. നിങ്ങളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ഉണ്ടോ അത് വെജിറ്റബിൾസ് ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പെട്ടെന്നൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഉണ്ടാക്കുക. പിന്നെ ഇതേ ശകല ഉപ്പ് കൂടെ ഇടുക. പിന്നെ ഞാൻ ചോറ് ഓൾറെഡി വേവിച്ചപ്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി ഉപ്പിട്ട് വെള്ളത്തിൽ അത് ചോറ് വേവിച്ചെടുക്കുമായിരുന്നു ചെയ്ത്. എന്നിട്ട് ഞാൻ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത് ചെറിയ കടിയൊക്കെ കിട്ടുന്ന പോലെ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ റൈസും കൂടി ഇടുക. റൈസ് ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് സോയാ സോസ് ഒഴിക്കുക. ഒരു സ്പൂൺ മതി സോയാ സോസ്. 1 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിക്കുക. ഞാനിതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും ലോങ് വീഡിയോ കാണണ്ടായെങ്കിൽ ഷോർട്സ് കണ്ടാൽ മതി. അതിന് ഞാൻ റെസിപ്പി പറയുന്നുണ്ട്. എന്നിട്ട് സോയാ സോസ് ഒഴിച്ച് വിനെഗറോട് ഒഴിക്കുക. എന്നിട്ട് ഒരു ശകലം പെപ്പറും കൂടെ ക്രഷ് ചെയ്തിട്ട് ഇടുക. പിന്നെ ഇതിനകത്ത് സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലാണ്. ഇതിലും ടേസ്റ്റ് ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഒരു സിമ്പിൾ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാം, എല്ലാവർക്കും ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റി എഗ് ഫ്രൈഡ് റൈസാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ബൈ.